നമുക്ക് ഏറ്റവും അപ്സെറ്റ് ഉണ്ടാക്കിയ ഒരു മത്സരമാണ് ഇന്നലത്തെ ഇക്വഡോർ ജർമ്മനീനെ തോൽപ്പിക്കുന്നത്. അത് മറ്റ് വൈകാരിക പ്രശ്നങ്ങളൊന്നുമല്ല. ഇക്വഡോർ നന്നായിട്ട് കളിച്ചു, ജർമ്മനി നന്നായിട്ട് കളിച്ചു. എന്നാൽ പോലും ജർമ്മനിക്ക് അങ്ങനെ ഒരു തോൽവി സംഭവിക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടല്ലോ. വലിയ ടീം, ഇപ്പം നമ്മൾ ഈ ഘാന ഇംഗ്ലണ്ടിൻ്റെ കളിയിൽ പറഞ്ഞല്ലോ, കാരണം ഇംഗ്ലണ്ട് എന്തൊക്കെയോ ആയിട്ട് സ്തംഭിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ടത്. അതെനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇന്നലത്തെ സാഹചര്യം എന്താണെന്ന് ജർമ്മനിക്ക് അറിയാം, അവരെന്തായാലും ഗ്രൂപ്പ് ടോപ്പറാണ്. അപ്പൊ കുറച്ച് മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുത്തുകയും ചെയ്തു. എക്വഡോറിനാണെങ്കിൽ ജയിക്കാതെ ഒരു നിർത്തില്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ അപ്രോച്ച് തന്നെ മാറി. അവർ ഇത്രയും കാലം ഈ കോച്ചിനെ, ഈ സെബാസ്റ്റ്യൻ ബെക്കച്ചയ്ക്ക് മാത്രമല്ല, അതിനു മുമ്പുള്ള ഗുസ്റ്റാവോ അൽഫാർ, ഇപ്പൊ പാരഗ്വേയുടെ കോച്ചും ഒക്കെ അവരെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സൗത്ത് അമേരിക്കയിലത്തെ ഏറ്റവും മികച്ച ഡിഫൻസ് ആണ്. അതാണ് അവരുടെ ശക്തി. പക്ഷെ ഇന്നലെ അവർക്ക് അറിയായിരുന്നു ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവരുടെ അറ്റാക്കിംഗ് മികവും കാണിച്ചു ഇന്നലെ. ശരിക്കും പറയാ വെച്ചാൽ ഇപ്പൊ നോക്കൗട്ട് റൗണ്ട് വരുമ്പോ ഏതൊരു ടീമിനോടും ചോദിച്ചാലും നിങ്ങൾക്ക് ആരെ കളിക്കണ്ടെന്ന് തോന്നുന്നത് പറഞ്ഞാൽ അവർ ആദ്യം പറയാം എക്വഡോറിനായിരിക്കും. പക്ഷെ ഒരു നോക്കൗട്ട് കളിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ടീമാണ് ഇത്. എന്ന് വെച്ചാൽ അവർക്ക് 120 ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഷൂട്ട് ഔട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റേ ടീം തളരുമ്പോ ഇവര് തളരാത്തൊരു ടീമാണ്. ഈ മോയിസസ് കൈസഡോനൊക്കെ 360 മിനിറ്റ് വേണമെങ്കിൽ കളിക്കാൻ പറ്റും, അത്രയും സ്റ്റാമിന ഉള്ള കളിക്കാരനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ് ശരിക്കും നോക്കൗട്ട് റൗണ്ട്സിൽ പേടിക്കേണ്ട ഒരു ടീമാണ്. അവർ ഇന്നലെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ആ ഒരു ആസ്പെക്ട് നമ്മൾ സാധാരണ എക്വഡോറിന്റെ ഭാഗത്തുനിന്ന് കാണാറില്ല. അല്ല, ഈ ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജർമ്മനിക്ക് ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അവര് കളി തുടങ്ങിയത് നല്ല രീതിയിലായിരുന്നു. ആ ഗോളിനെ പറ്റി സംശയങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഹൈ ബൂട്ട് സാധാരണ ഫൗള് കൊടുക്കേണ്ടതാണ്, ഇന്നലെ ഫൗള് കൊടുത്തില്ല, അവർ ഗോൾ അടിക്കുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ഒരു പെനൽറ്റിയും കിട്ടണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഒരു ഫേസിലത്തെ ഫൗള് കാരണം അത് കൊടുത്തില്ല. പക്ഷെ ഒരു ബാലൻസ്ഡ് കളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എക്വഡോറിന് ജയിക്കണം എന്നുള്ള ആ ഡെസ്പറേഷനാണ് നമ്മൾ കണ്ടത്. ജർമ്മനിക്ക് അത് ഉണ്ടായിരുന്നില്ല. അത് എത്രയായാലും മനസ്സിൽ ഇതിപ്പോ കളിക്കാരുടെ മനസ്സിൽ എന്താ, നമുക്ക് ലാസ്റ്റ് 32 കളിക്കുമ്പോൾ ഞാൻ ഫുള്ളി ഫിറ്റ് ആയിരിക്കണം. ഇപ്പൊ വെറുതെ പോയി ഒരു ഹാംസ്ട്രിങ്ങോ ആങ്കിളോ ഒറ്റ തിരിഞ്ഞാൽ പോയില്ലേ. അപ്പൊ അവരും കുറച്ച് സേഫ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടാവുക. നെതർലാൻഡ്സിനെ പ്രത്യേകം എടുത്തു പറയേണ്ട രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എക്വഡോറിന്റെ കാര്യത്തിൽ ഒരു ഇതും കൂടി, അവര് 2002 ആദ്യം ലോകകപ്പ് എത്തണം, അതിനുശേഷം 5ാമത്തെ ഇതാണ്. അപ്പൊ ഈ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യം എപ്പോഴും പറയും, എന്തുകൊണ്ട് നമ്മൾ ലോകകപ്പിൽ എത്തുന്നില്ല എന്ന്. എല്ലാ രാജ്യത്തിനും ഒരു വഴികാട്ടി ഒരാൾ വേണം. ഇവർക്ക് അലക്സ് അഗ്നാഗ എന്ന് പറഞ്ഞൊരു കളിക്കാരൻ യൂറോപ്പിലൊന്നും കളിച്ചില്ല, മെക്സിക്കോയിലാണ് അദ്ദേഹത്തിന്റെ ക്ലബ് കരിയർ അധികം, നെക്കാക്സിക്കും ക്രൂസ് അസൂൾ എന്ന് പറഞ്ഞ 2 ക്ലബുകൾക്കും. പക്ഷെ 93 എക്വഡോർ കോപ്പ അമേരിക്ക ഹോസ്റ്റ് ചെയ്തപ്പോ വളരെ മികച്ച ഒരു അർജന്റൈൻ ടീമാണ് ജയിച്ചത്. ബാറ്റിസ്റ്റൂട്ടൊക്കെ ഫൈനലിൽ ഗോൾ അടിച്ച്. പക്ഷെ ആ തവണ ആദ്യമായിട്ട് എക്വഡോർ സെമിയിലെത്തി. അതിൽ അഗ്നാഗയാണ് ഒരു ഗ്രൂപ്പ് ഗെയിമിൽ ഉറുഗ്വയെ തോൽപ്പിച്ചത് 87ാമത്തെ മിനിറ്റിൽ ഒരു വിന്നർ അടിച്ചിട്ട്. അങ്ങനത്തെ ഒരു രാജ്യത്തിന് അതൊരു വലിയൊരു കാര്യമായിരുന്നു. അവർക്ക് ഒരു രാജ്യമായിട്ടൊരു ബിലീഫ് വരുന്നത് അവിടുന്നാണ്. പിന്നെ 2002 അവർ ലോകകപ്പ് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ച ഇമ്പാക്ട് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ കാണുന്ന ഈ തലമുറ ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയേഴ്സ് ആണ്. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സ് ഇപ്പൊ എക്വഡോറിന്റെ ആണ്. അപ്പൊ ഇവർക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ട് ഒരാളുണ്ടായിരുന്നു. അതാണ് എല്ലാ രാജ്യത്തിനും. ഇപ്പൊ കൊറിയക്കും ജപ്പാനൊക്കെ 50 കൊല്ലം മുമ്പ് യൂറോപ്പിൽ പോയി കളിച്ച കളിക്കാരുണ്ട്, ഒക്കുഡേറ, ചാബുംകുൺ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ആ ഇന്ത്യനെ പറ്റി പറഞ്ഞ സമയത്ത് ഇപ്പം 1956 മെൽബൺ ഡിസൂസയുടെ ഹാട്രിക് വരുന്നു, ഒളിമ്പ്യൻ റഹ്മാൻ കളിച്ചിട്ടുണ്ട്, അതിൽ ഓസ്ട്രേലിയൻ തോൽപ്പിക്കുകയാണ്, പിന്നീട് യുഗോസ്ലാവിയനോടാണ് തോന്നുന്നു തോൽക്കുന്നത് അല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള കളിയിൽ തോൽക്കുന്നു. അപ്പൊ ഇന്ത്യക്കും ആ ഒരു വലിയ മൈറ്റി ആയിട്ടുള്ള ടീംസിനോട് കളിക്കാൻ ഏഷ്യൻ ഓൾ സ്റ്റാർസ് ആയിരുന്നു ഇവരൊക്കെ. പീറ്റർ തങ്കരാജ്, ജർണേൽ സിംഗ്, ചുനി ഗോസ്വാമി, PK ബാനർജി ഒക്കെ 60കളിൽ ഒരു 5 ഇന്ത്യൻ കളിക്കാരായിട്ട് ഏഷ്യൻ ഓൾ സ്റ്റാർസ് ടീമിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്പോർട്സും നശിപ്പിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാരാണ്. ഫെഡറേഷൻ നടത്തേണ്ടത് കളിയെ പറ്റി അറിവുള്ള ആൾക്കാരല്ല. അപ്പൊ ഇതിപ്പോ ക്രിക്കറ്റിന്റെ മാത്രം കാര്യമല്ല, ഹോക്കിയൊക്കെ KPS ഗില്ല് കുഴിയിൽ കൊണ്ട് ഇട്ട സ്പോർട്ട് പിന്നെ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നെതർലാൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നെതർലാൻഡ്സിന്റെ ഒരു
ഈ മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള ഒരു ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. എപ്പോഴും ദിലീപ് പറയുന്നതാണ് നെതർലാൻഡ്സ് സൂക്ഷിക്കേണ്ട ഒരു ടീമാണ്, ഇതിനകത്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ടീമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു ഇന്നത്തെ കളി, ഇനീഷ്യായിട്ടുള്ള കളിയൊക്കെ വെച്ചിട്ട്? സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നെതർലൻഡ്സും മൊറോക്കോ ആണ് ഇനി വരാൻ അവസാനത്തെ 32. ഇത് ലോകത്തെ 6ാമത്തെയും 7ാമത്തെയും ടീംസാണ് റാങ്കിങ്. അവരെങ്ങനെ ലാസ്റ്റ് 32 മീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ലെങ്കിൽ നെതർലൻഡ്സ് ബ്രസീലിനെ ആയിരുന്നു കളിക്കുന്നത്. ബ്രസീൽ 5ാമതാണ്. അപ്പൊ ഈ 5ഉം 6ഉം 7ഉം ഉള്ള ടീമുകൾ എങ്ങനെ 32 മീറ്റ് ചെയ്യണമെന്ന് അത് ഓർഗനൈസേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു വൃത്തിയായിട്ട ഡ്രോ ആണ് ശരിക്കും. ശക്തമായ ടീമുകൾക്ക് നമ്മൾ പറ്റണത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഡ്രോ ആണ് കാണേണ്ടത് റാങ്കിങ് അനുസരിച്ച്. ഇത് പക്ഷെ റാങ്കിങ് ഒന്നും നോക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അതൊരു വലിയൊരു പ്രശ്നം. ഇപ്പൊ ഒരു വളരെ നല്ലൊരു ടീം അവസാനത്തെ 16 എത്താൻ പോണില്ല. നെതർലൻഡ്സോ മൊറോക്കോ ഏതെങ്കിലും ഒരു ടീം. അതേപോലെ ബ്രസീൽ, ജപ്പാനും ലോകത്ത് 17ാമതാണ്. ഇതിൽ നെതർലാൻഡ്സിന്റെ ഇന്നലത്തെ കളിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കളിക്കാരെ പറ്റി പറഞ്ഞല്ലോ, ബ്രോബി, ഗക്പോ, അങ്ങനെയുള്ള അവരുടെ ഈ ടൂർണമെന്റിലെ എത്രത്തോളം കളിച്ചാലും ആ ടൂർണമെന്റിലെ ഒരു ഫീച്ചർ എന്തായിരിക്കും? ഭാവി നിർണ്ണയിക്കേണ്ട ആ ഡിഫൻസ്, പ്രത്യേകിച്ച് വാൻ ഡൈക്കും വാൻ ഹെക്ക് ആ പാർട്ട്ണർഷിപ്പും പിന്നെ ഫ്രാങ്കി ഡിയോങ്ങിന്റെ ബേസ് ഓഫ് മിഡ്ഫീൽഡ് എന്നുള്ള പാസിങ്ങും അതായിരിക്കും. പ്രത്യേകിച്ച് മൊറോക്കോന്റെ മിഡ്ഫീൽഡിനെതിരെ ഡിയോങ് ഒരു വലിയ കളി തന്നെ കളിക്കേണ്ടി വരും, അല്ലാതെ നെതർലൻഡ്സിന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗാക്പോന്റെ ഫോം പലരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലിവർപൂളിന് വേണ്ടി അത്രയും നിരാശപ്പെടുത്തിയ ഒരു കളിക്കാരൻ ഇപ്പൊ കഴിഞ്ഞു പോയ സീസണിൽ. പക്ഷെ ഇവിടെ നെതർലൻഡ്സ് സ്ക്വാഡിൽ വന്നിട്ട് കുറേയും കൂടി ഫ്രീഡമോട് കൂടി കളിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ കളിയാക്കണ ഒരു കളിക്കാരനാണ്, ടീമിന്റെ പാസ്റ്ററാണ്, എപ്പോഴും പ്രാർത്ഥന ലീഡ് ചെയ്യണ ആള്. ഗാക്പോ അവർ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ അതും കൂടി അവരെ ഒരുമിപ്പിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് ശരിയാണോ? അങ്ങനെ റിലീജിയസ് ആയിട്ട് ഒരു ടീമിനെ അങ്ങനെ അല്ല, പല ടീംസിനും അതുണ്ട്. എന്ന് വെച്ചാൽ അവർക്കൊരു ഇപ്പൊ പല ക്ലബിൽ നിന്നൊക്കെ വരുന്ന, പല സാഹചര്യത്തിൽ നിന്നും വരുന്ന കളിക്കാരാണ്. ചിലരിപ്പോ കറുത്ത വർഗ്ഗക്കാർ, ആഫ്രിക്ക എന്ന പേരൻസ് ഉള്ളവരായിരിക്കും, ചിലർ യൂറോപ്യൻ ആൻസിസ്ട്രി ആയിരിക്കും. അപ്പൊ ഇവരെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യം ഈ ക്രിസ്ത്യൻ ബിലീഫാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ആർക്കും എന്ത് വേണമെങ്കിലും. എനിക്ക് തോന്നുന്നത് ദിലീപ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഗാർഡിയോള പറയുന്നുണ്ടല്ലോ, ഇപ്പം കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുറെ കളിക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കൊടുക്കുന്നു. അപ്പൊ അത് അതിലൊരു പ്ലൂറൽ സാധനം വേണ്ടേ? അതായത് മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു ടീം. അതുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു ടീമിലും ഇപ്പൊ റിലിജൻ ഒരു വിഷയമാണ്. ഇപ്പൊ നെതർലൻഡ്സ് ആയാലും ബെൽജിയം ആയാലും ഫ്രാൻസ് ആയാലും അതിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഉണ്ട്. അവര് പരസ്പരം അവരുടെ സ്പേസ് കൊടുക്കണമുണ്ട്. അവർ ഒരുമിച്ച് തന്നെയാണ് കളിക്കുന്നത്. അവര് തമ്മിൽ അങ്ങനത്തെ ഒരു വൈരാഗ്യവും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നത് ജപ്പാൻ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചു സ്വീഡന്റെ കാര്യമൊക്കെ. അപ്പം അതിൽ ഈ ജപ്പാൻ സ്വീഡൻ ആ കളിയുടെ ഒരു സിറ്റുവേഷനിൽ ഇതെന്തായിരുന്നു? ആദ്യത്തെ പകുതി വളരെ തണുപ്പൻ കളിയായിരുന്നു. രണ്ട് ടീമിനും ഏകദേശം ഒരു എന്ത് റിസൾട്ട് ആവശ്യമുള്ളതെന്ന് അറിയണ പോലെ. പക്ഷെ 2ാം പകുതിയിൽ ജപ്പാൻ ഒരു എന്താ പറയുക, ഈ ലോകകപ്പിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ചൊരു ടീം ഗോൾ ആയിരുന്നു അത് ബ്യൂട്ടിഫുൾ പാസിങ്, റിറ്റ്സുഡോന്റെ പാസും മറ്റേ മൈഡയുടെ ഫിനിഷും. നമ്മളിപ്പോ കൊറിയയുടെയും ജപ്പാന്റെയും കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഡിസിപ്ലിൻഡ് ആണ്, ഫാസ്റ്റ് ആണ്. പക്ഷെ അത് കൂടാതെ ഒരു ലെവല് മേധയാണ് ജപ്പാന്റെ സ്കിൽ ലെവലും. അവർക്ക് മിസ്സിങ് ആയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബ്രസീലിന്റെ എതിരെ അവർ തോൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു കാരണം വട്ടാറു എൻഡോ ആയിരുന്നു അവരുടെ ക്യാപ്റ്റനും മെയിൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡറും. ബ്രസീലിനെതിരെ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഷീൽഡ് ശരിക്കും വേണം. അത് എൻഡോ ഇല്ലാത്തത് കാരണം, പ്രത്യേകിച്ച് ഇപ്പൊ മത്തായസ് കൂഞ്ഞ ഭയങ്കര ഫോമിലാണ്. ചിലപ്പോൾ ബെഞ്ചിൽ നിന്ന് എൻട്രിക്കും നെയ്മറും ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിന്റെ പ്രാധാന്യം ഭയങ്കര അധികമാണ്. അവിടെ ആയിരിക്കും ജപ്പാന് ചിലപ്പോൾ പ്രശ്നം. സ്വീഡന്റെ കാര്യത്തില് സ്വീഡൻ നമ്മള് വലിയ ഗോൾ ഡിഫറൻസിലൊക്കെയാണല്ലോ ആദ്യത്തെ ജയം ഉണ്ടായത്. പിന്നീട് അതിന് ശേഷം അതേപോലെ തോൽക്കുകയും ചെയ്തു. അപ്പൊ അതെന്തുണ്ട് അങ്ങനെ ഒരു പുതിയ കോച്ചൊക്കെ ആവുമ്പോ എപ്പോഴും ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ സ്വീഡനും ഇപ്പൊ എക്വഡോർ പറഞ്ഞ പോലെ അധിക ടീംസിനും അവരെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കൗണ്ടർ അറ്റാക്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ആ ഫോർവേഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ യോക്കറസിന്
ഒരു ടാർഗറ്റ് മാൻ റോള് വളരെ നന്നായി കളിക്കാൻ പറ്റും. ഇസാക്കും എലാങ്കയും രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റാണ്, നല്ല ഫിനിഷേഴ്സാണ്. അയാറി നല്ല ക്രിയേറ്റീവ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് സെൻസിൽ ശരിക്കും പേടിക്കേണ്ട ഒരു ടീമാണ് സ്വീഡൻ. അപ്പോൾ ഒരു നോക്കൗട്ട് കളിയിൽ അവർക്ക് 30% ബോൾ മതി. നമ്മൾ വേറെ പല ടീംസിന്റെ കാര്യം അവർക്ക് പൊസിഷന്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ അവർ കൗണ്ടറിൽ അത്രയും ഡേഞ്ചറസ് ആണ്. തുർക്കിയുടെ കളി, തുർക്കിയുടെ ഒരു ആ ഡൈയിങ് സെക്കൻഡ്സിലെ ഗോള്, അതൊരു മനോഹരമായ ഗോളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും യുഎസിനെതിരായിട്ടല്ലേ. ഒരു ഫുട്ബോൾ ലവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗോൾ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, തുർക്കി ജയിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആ കളി എങ്ങനെയായിരുന്നു? അത് ഞാൻ ആ 90 മിനിറ്റ് കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഈ കളി എവിടെയായിരുന്നു കഴിഞ്ഞ 2 റൗണ്ടിൽ. എന്താ വെച്ചാൽ ഇവർ അത്രയും നല്ല കഴിവുള്ള ഒരു ടീമാണ് ശരിക്കും അവസാനത്തെ 32-ൽ എത്തേണ്ട, അതും കഴിഞ്ഞ് 16-ലും ചിലപ്പോൾ ക്വാർട്ടർ വരെ എത്താൻ കഴിവുള്ള ഒരു ടീമാണ്. അത്രയും നല്ല ടെക്നിക്കൽ സ്കിൽസ് ഉള്ള കളിക്കാരാണ്. ഒരു കാര്യം അവർ ചെയ്തത്, ഹക്കാൻ കലനോഗ്ലു അവരുടെ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിഡ്ഫീൽഡർ ബെഞ്ച് ചെയ്ത് കോക്ചുനെ കളിച്ചു. അത് വളരെ വ്യത്യാസം, കുറേ കൂടി ഡൈനാമിക് ആയി മിഡ്ഫീൽഡ്. പിന്നെ ആർഡ ഗുളർ ഇന്നലെ ആദ്യത്തെ 2 കളിയുടെ നന്നായി കളിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, US 9 സ്റ്റാർട്ടേഴ്സിനെയാണ് റെസ്റ്റ് ചെയ്തത്. പിന്നെ പരിക്കും പ്രശ്നമായിരുന്നല്ലോ. അതെ, പരിക്ക് അല്ല, അവര് റിസ്ക് എടുക്കാൻ പോണ്ട്. ഞാൻ ജർമ്മനിയുടെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് 1ാം സ്ഥാനം ഉറപ്പാണ്. പിന്നെ ഒന്നും കളിക്കാരുടെ ഫിറ്റ്നസ് ഒന്നും റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം തന്നെയാണ് 9 പേര് കഴിഞ്ഞ കളികളിൽ ബെഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തവർ ഈ കളി സ്റ്റാർട്ട് ചെയ്തു. അവർക്കും ഒരു ചാൻസ് ആണ് അടുത്ത കളികൾക്ക് എനിക്ക് കളിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ ഓസ്റ്റിൻ ട്രസ്റ്റിയൊക്കെ ആദ്യത്തെ ഗോൾ അടിച്ചത് ആദ്യത്തെ 2 കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ബെർഹാൾട്ട് ഇവർക്കൊക്കെ ഒരു ചാൻസ് ആണ് അടുത്ത കളിയിൽ കളിക്കാൻ വേണ്ടി. അപ്പൊ അവരും നന്നായി കളിച്ചു ഇന്നലെ. കുറസോവയുടെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നില്ല, ഇനി അടുത്ത പ്രാവശ്യം കളിക്കുമോന്ന് അറിയില്ല, ഒന്നും അറിയില്ല, മിക്കവാറും കളിക്കൂല. ഇല്ല. പക്ഷെ ആ ഒരു സ്പോർട്ടിങ് സ്പിരിറ്റ് എന്നുള്ള ഇതിൽ, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിങ്, നമ്മളൊരു പ്രത്യേകിച്ച് നമ്മളുടെ ഫുട്ബോളിനോടുള്ള ഒരു അംബീഷൻ, പ്രണയം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഇതുവരെയുള്ള കളികൾ വെച്ചിട്ട് കുറസോവയെ, പിന്നെ ഇപ്പം പ്രത്യേകിച്ചും ഇന്നലെ ഐവറി കോസ്റ്റിനോട് തോറ്റു, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാണുന്നത്? അവരെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലിമിറ്റേഷൻസ് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും അവർ കളിക്കാൻ നോക്കി. ജർമ്മനിയുടെ എതിരെ അത് കുറച്ചധികം ഓപ്പൺ ആയിപ്പോയി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് ഒരു സ്ഥിരത പോയി. ആ ഒരു ഗോളൊക്കെ അടിച്ചപ്പോൾ ഒരു വല്ലാതെ ഒരു ഇമോഷണൽ ഇതായിട്ട് കളിച്ചു. പക്ഷെ പിന്നീടുള്ള 2 കളി, എക്വഡോറിനെതിരെയുള്ള സമനില, ഗോൾ കീപ്പറുടെ പ്രദർശനം, ഇന്നലെയും ഐവറി കോസ്റ്റിനെതിരെ ഒരു 1 സൈഡഡ് മാച്ച് ഒന്നും ആയിരുന്നില്ല. അവർക്കും ചാൻസസ് ഉണ്ടായിരുന്നു. മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൂടെ കളിച്ചിരുന്ന താഹിത് ചോങ് വളരെ നന്നായി കളിച്ചു. അപ്പൊ ബക്കൂണ, അങ്ങനെ 2-3 പേര് ഇന്നലെ നന്നായി കളിച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് ശരിക്കും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് നാട്ടിലേക്ക് പോകും. അവർ ശരിക്കും നാഷണൽ ഹീറോസ് ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട്. ഏതാണ്ട് 30 ഷോട്ട്സ്, അതായത് ഒരു ലോകകപ്പിന്റെ ഹിസ്റ്ററി തന്നെ ഉണ്ടായിട്ടില്ല. അത് സേവ് ചെയ്യുക, അത്രയും ഡിഫൻസിൽ അത്രയും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കും ഒരു ചെറിയ രാഷ്ട്രം. അത് ദിലീപിനെ എന്തെങ്കിലും രീതിയിൽ അത്ഭുതപ്പെടുത്തിയോ കുറസോവ? ഇല്ല, അത്ഭുതപ്പെട്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ ചെറിയ ടീമുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർക്കായിരിക്കും ഏറ്റവും ടീം സ്പിരിറ്റ് ഉണ്ടാവുക. അവര് വലിയ പേരുകളൊന്നുമല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈഗോ ക്ലാഷും അതൊന്നുമില്ല. അപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ ടീമുകളാണ് നമ്മളെ വന്ന് ഞെട്ടിച്ചിട്ടുള്ളത്. പണ്ട് ആദ്യകാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ വന്ന് കളിക്കുമ്പോൾ. അപ്പോഴേക്കും ഇപ്പോഴാണ് പിന്നെ പൈസ, ബോണസ് അത് എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടാൻ തുടങ്ങിയത്. പക്ഷെ അതിനു മുമ്പ് ആദ്യകാലത്ത് ഇപ്പൊ 82-ൽ അൾജീരിയ, 90-ൽ കാമറൂൺ, ഇവരൊക്കെ ഞെട്ടിപ്പിക്കാൻ ഒരു കാരണം ഈ ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് ആയിരുന്നു കളിക്കാർ തമ്മിൽ. ഐവറി കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പിന്നെ നിക്കോളാസ് പെപ്പെ 2 ഗോളുകൾ, പിന്നെ മാത്രമല്ല കമ്പയർ ചെയ്യുന്നത് പല കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു റോജർ മിയ, ആ പഴയ കാമറൂൺ ആ സ്പിരിറ്റ് ഉള്ള ഒരു കളിക്കാരനാണെന്നൊക്കെ. ദിലീപ് ഇയാളെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക? നിക്കോളാസ് പെപ്പെ ഏറ്റവും പ്രൂവ് ചെയ്യാനുള്ള കളിക്കാരിൽ ഒരാളാണ്. കുറച്ചു കൊല്ലം മുമ്പ് ആർസണലിൽ പോയിട്ട് കുറെ പൈസക്ക് പോയി, 72 മില്യൺ പൗണ്ടൊക്കെയാണ് അവന് കൊടുത്തത്. അത് ഫ്ലോപ്പായി. അവിടെ പല കാരണങ്ങൾ ഉണ്ട് അതിന്. ഇപ്പൊ കോച്ചിങ് സിറ്റുവേഷൻ അപ്പൊ ഒന്ന് ഫിക്സ്ഡ് ആയിരുന്നില്ല. ഇപ്പോഴത്തെ ആർസണൽ പോലെയല്ല. ഇപ്പോഴത്തെ ആർസണലിലേക്ക് പെപ്പെ വന്നാൽ ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി മാറുമായിരുന്നു. പക്ഷെ അപ്പൊ ഒരു സ്ഥിരത ഇല്ലാത്ത ടീമിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല. അത് ശരിയായില്ല.
അപ്പൊ ഇപ്പൊ താൻ മികച്ച ഒരു കളിക്കാരനാന്ന് കാണിക്കാനുള്ള ഒരു വാശിയോട് കൂടിയാ കളിക്കണം. പിന്നെ ഇപ്പൊ അവർക്ക് സപ്ലൈ ചെയ്യാൻ യാൻ ഡിയമാൻഡെ പോലത്തെ കളിക്കാരുണ്ട് ക്രോസ് കൊടുക്കാൻ. അപ്പൊ അത് പെപ്പയ്ക്ക് പറ്റിയൊരു ശൈലിയാണ്. ഇവരും ഇപ്പൊ എക്വഡോറിന്റെ സ്വീഡന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ആർക്കും കളിക്കേണ്ട അങ്ങനത്തെ ഒരു ടീമാണ്. എന്നുവെച്ചാൽ അവർക്ക് കൗണ്ടറിൽ പ്രത്യേകിച്ചും നിങ്ങളെ വളരെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന കളിക്കാരുണ്ട്. ഈ ഡിയമാൻഡെ, പെപ്പെ, ഫ്രാങ്ക് കെസ്സിയെ ഭയങ്കര സ്ട്രോങ് മിഡ്ഫീൽഡറാണ്. അപ്പൊ അവര് വാച്ച് ചെയ്യേണ്ട ഒരു ടീമാണ്. ആദ്യമായിട്ടാണ് 2ാം റൗണ്ടിൽ എത്തുന്നത്. ഡ്രോഗ്ബയുടെ കാലത്തും കൂടി അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ തുർക്കിയുടെ ഒരു വിധിയെ പറ്റി, ഒരു ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പാരഗ്വേ, ഓസ്ട്രേലിയ ഒക്കെ പറയും. ഈ ടീമുകൾ 2 ടീമുകൾ നിലം കളിച്ചല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് പാരാഗ്വേയും ഓസ്ട്രേലിയയും? ഈ ഫോർമാറ്റിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണിച്ച കളി ഇതാണ്. അതായത് 2 ടീമുകൾക്കും അറിയായിരുന്നു ഓരോ പോയിന്റ് കിട്ടിയ ഒരു അടുത്ത റൗണ്ടിലേക്ക് എത്തി. അതുപോലെ തന്നെ ഒരു തണുപ്പൻ കളിയായിരുന്നു. 20 ടച്ച് മാത്രമേ 2 ബോക്സിലും ഉണ്ടായിരുന്നു. 90 മിനിറ്റ്, 90 അല്ല, എല്ലാം കൂടി 96, 98 മിനിറ്റ് കളിച്ചതിൽ 20 ടച്ച്. പാരഗ്വേക്ക് വെറും 6 ടച്ച് ഓസ്ട്രേലിയ ബോക്സ്. അപ്പൊ 2 പേരും മിഡ്ഫീൽഡിൽ ഇങ്ങനെ തട്ടി കളിക്കായിരുന്നു. കുറച്ച് ചാൻസസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു. എൻസിസോന്റെ 1-2 റൺ, മറ്റ് ഇറാൻ കുണ്ട 2 ചാൻസസ് എത്താൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ഒരു എന്താ പറയാ, ഞാൻ ഒത്തുകളി എന്ന് പറയില്ല, അത് ഒത്തുകളി എന്ന് പറയുന്നത്. പക്ഷെ മനസ്സില് സൈക്കോളജിക്കലായിട്ട് കളിക്കാർക്ക് അറിയാം ജയിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അത് മറ്റേ ടീംസിന് ഭയങ്കര അൺഫെയർ ആണ്. ഇപ്പൊ സൗത്ത് കൊറിയ ആയാലും സ്കോട്ട്ലൻഡ് ആയാലും അങ്ങനത്തെ ടീംസിന് അവർക്ക് ഈ ലക്ഷറി ഉണ്ടായിരുന്നില്ല അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ. ഇവർക്കും ഇനിയിപ്പോ അൾജീരിയ, ഓസ്ട്രിയ അവസാനം കളിക്കുമ്പോൾ ഇതേ സാഹചര്യമായിരിക്കും. 2 പേർക്കും ഇപ്പൊ 3 പോയിന്റ് ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം 4 പോയിന്റ് കിട്ടിയാൽ കേറുന്നു. അപ്പൊ ആ കളി എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയണം, ഏതെങ്കിലും ഒരു ടീം ശരിക്കും ജയിക്കാൻ നോക്കുമോ എന്നുള്ളത്. ഈ ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിയാണ് ഇന്ന് അർദ്ധരാത്രി നടക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ദിലീപ് നേരത്തെ പറയുന്നുണ്ട് ഈ കളിയിൽ ആര് ജയിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിന് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത്. ഈ ടൂർണമെന്റിലെ ഈ പറഞ്ഞ പോലെയാണ്, 2ഉം മികച്ച ഫോമിൽ നിൽക്കാൻ ഒരിക്കലൊന്നും കളിച്ച് ജയിക്കാനൊന്നുമില്ല. ഈ ഒരൊറ്റ കളി കൊണ്ടൊന്നും സ്ഥാപിക്കാനുമില്ല. പക്ഷെ ഇതിലിപ്പോൾ ദിദിയർ ഡെഷാംസ് ഇല്ല, കോച്ച് സ്ഥലത്തില്ല. എനിക്കിപ്പം പണ്ട് ദിലീപ് പറഞ്ഞ ഓർമ്മ വരുന്നുണ്ട്. കാരണം ഗാർഡിയോളയ്ക്ക് ഒരു കഴിഞ്ഞ സീസണിൽ ഒരു റെക്കോർഡ് കിട്ടിയിട്ട് ഇല്ലാത്ത സമയത്ത് അന്ന് ജയിച്ചില്ലാന്ന് തോന്നുന്നു സിറ്റി. പക്ഷെ അതൊരു ടീമിനെ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി സ്വാധീനിക്കുന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇതിൽ ഫ്രാൻസിനെ സ്വാധീനിക്കുമോ ഈ ഇദ്ദേഹത്തിന്റെ ആബ്സെൻസ്? വലുതായിട്ട് ചെയ്യുന്ന തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇത് അത്ര അനുഭവമുള്ള കളിക്കാർ. ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യം നമ്മൾ നേരത്തെ അർജന്റീനയുടെ പറഞ്ഞ പോലെ ഒരുമിച്ച് കളിച്ചിട്ടുള്ള, കുറെ കാലമായി കളിച്ചിട്ടുള്ള വളരെ അധികം അനുഭവമുള്ള കളിക്കാർ. ഇപ്പൊ ഏഡ്രിയൻ റാബിയോ ഒക്കെ 2018 ലോകകപ്പിൽ വരെ ഉണ്ടായിരുന്നു. എംബാപ്പെ 18 ഫൈനലിൽ ഗോൾ അടിച്ച ആളാണ്. ചുവമനി ഇപ്പൊ 5-6 കൊല്ലമായിട്ട് ടീമിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാർ കാസ്റ്റ് ആണ്. കുറെ കാലം ഒരുമിച്ച് കളിച്ചിട്ടുള്ള കളിക്കാർ. ഡിഫൻഡേഴ്സ് അനുഭവമുണ്ട്, ഗോൾ കീപ്പർ കുറെ കാലമായിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം അവര് തോൽക്കോ ജയിക്കോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കളി ഈ ലോകകപ്പിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യണ കളികളിൽ ഒന്നാണ്. എന്താ വെച്ചാൽ ഇതിലിപ്പോ ആർക്ക് ഈസി പാത തീരുമാനിക്കുന്ന ഒരു കളിയാണ്. ഇപ്പൊ നോർവേ ആയിരിക്കും, ഫ്രാൻസ് ആയിരിക്കും. പിന്നെ നോർവേ ശരിക്കും പേടിക്കേണ്ട ഒരു ടീം. 7 ഗോളാണ് അവർ ക്വാളിഫയിങ്ങിൽ ഇറ്റലിക്കെതിരെ അടിച്ചത്, ഹോമിന്റെ വേ. അപ്പൊ അവർക്ക് ഏത് ടീമിനെയും വളരെ കുറച്ച് പൊസിഷൻ വെച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഹോളണ്ടിന്റെ മറ്റേ ഓഡെഗാർഡ്, ന്യൂസ അങ്ങനത്തെ കളിക്കാര്, അലക്സാണ്ടർ സോളോത്ത്. അപ്പൊ ഫ്രാൻസിന്റെ ശരിക്കുള്ള ആദ്യത്തെ വലിയ ടെസ്റ്റ്, അവർക്ക് കപ്പ് നേടണമെങ്കിൽ ഈ ടെസ്റ്റ് തോൽപ്പിച്ചില്ലെങ്കിലും അവർ അടുത്ത റൗണ്ടിൽ എത്തും. പക്ഷെ അത് തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു ടൈറ്റിൽ റൈവലിനെതിരെ തോൽക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇതാണ്. ഇതില് പിന്നെ ഇപ്പം ഇന്ന് വീണ്ടും നമ്മൾ എംബാപ്പെ, ഹാലൻഡ് എന്നൊക്കെ വീണ്ടും സംസാരിക്കേണ്ടി വരും. അതായത് ഏർലിംഗ് ഹാലൻഡ് ആണോ എംബാപ്പയാണോ ഇന്ന് കാണിക്കാൻ പോകുന്ന പെർഫോമൻസ് എന്താണെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, ഇത് ശരിക്കും ഒരു യൂറോപ്യൻ കളിയാണല്ലോ. അതിനകത്ത് ശരിക്കും നമ്മൾ ഇപ്പോഴുള്ള ഫുട്ബോളിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഒരു ശൈലിയിലാണ് കളിക്കുന്നത്. അപ്പൊ അതിൽ എന്തായിരിക്കും, അതിൽ അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും എന്നാ തോന്നുന്നത്?
അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും എന്ന് പറയാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഫ്രാൻസ് അധികം ഫ്രാൻസിന്റെ കൂടെ തന്നെയായിരിക്കും. അത് കീപ്പ് ചെയ്യാനുള്ള കളിക്കാരും അവർക്കുണ്ട്. പക്ഷെ നോർവേ ബോൾ തട്ടിയെടുക്കുമ്പോൾ അവർ വളരെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടീമാണ്. 1.5 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് ഈ ബോക്സിൽ നിന്ന് ആ ബോക്സ് എത്തി ഗോൾ അടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെതിരെ നമുക്ക് ഒരിക്കലും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. എത്ര ബോൾ ഉണ്ടെങ്കിലും 60% ബോൾ ഉണ്ടെങ്കിലും ഒരു തവണ അവർ തട്ടിയെടുത്താൽ മതി കളി പോവാൻ. അപ്പൊ അത് കാരണം ഒരു എന്താ പറയുക, ഇംഗ്ലീഷിൽ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് പറയാം, അതുപോലത്തെ ഒരു ഇതായിരിക്കും. പിന്നെ എത്രത്തോളം ഇപ്പൊ എനിക്ക് തോന്നുന്നത് സലീബയും ഉപ്പമക്കാനും ആയിരിക്കും സെന്റർ ബാക്സ് ആയി സ്റ്റാർട്ട് ചെയ്യുക. അവരെങ്ങനെ ഹോളണ്ടിനെ മാനേജ് ചെയ്യുന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ കളി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കളി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സെനഗൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നാണ്. കാരണം അതൊരു രാഷ്ട്രീയമായ ആഗ്രഹം മാത്രമല്ല, അത്രയും നല്ല ടീമുമാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സെനഗൽ കടക്കിലോ എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സെനഗൽ ഇറാഖ് മാച്ച് അത് ദിലീപ് എങ്ങനെയാണ് കാണുന്നത്? 2 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ചു ഞാൻ പറയായിരുന്നു സെനഗൽ വളരെ എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളിയാണ്. അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ നല്ല ടീമാണ്, പ്രത്യേകിച്ച് മുൻനിരയില്. പക്ഷെ ഇപ്പൊ അവർക്ക് ജയിച്ചാൽ മാത്രം പോരാ, 2-3 ഗോളിന് ജയിക്കണം. എന്നാലേ ചിലപ്പോൾ അവസാനത്തെ ഒരു 3rd പ്ലേസ് ടീമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരങ്ങനെ മുന്നേറുമ്പോൾ ഇറാഖിന് കൗണ്ടർ ചെയ്യാൻ പറ്റും. പിന്നെ ഇറാഖ് മോശം ടീമൊന്നുമല്ല. ഏഷ്യന്ന് ഇപ്പൊ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അവർക്കും അത് കാരണം ഒരു സാധ്യതയുണ്ട്. സെനഗൽ ജയിക്കേണ്ട കളിയാണ്, പക്ഷെ അവർക്ക് 2-3 ഗോൾ ആവശ്യമുള്ളത് കാരണം ഇറാഖിന് ഒരു ചാൻസ് ഉണ്ട്. ഇതിൽ കളിക്കാര് പിന്നെ സെനഗലിന്റെ കളിക്കാരിൽ ആരെങ്കിലും പ്രത്യേകം എടുത്ത് പറയാം? ഇപ്പം സാദിയോ മാനെ അങ്ങനെ ആരെങ്കിലും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതുവരെ ശരിക്കും എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ പാലസിന്റെ ഇസ്മായിൽ അസാറാണ്. പിന്നെ മിഡ്ഫീൽഡില് ലമീൻ കമറ, മാനെ എപ്പോഴും ഉണ്ട് അവിടെ. അത് ഇവര് തന്നെ. ഡിഫൻസ് കുറച്ച് ഞാൻ വിചാരിച്ച അത്ര സോളിഡ് ആയിട്ടില്ല. അത് കുറച്ച് പ്രായമായി തുടങ്ങി കൂലിബാലിക്കൊക്കെ. മറ്റൊരു കളി ഇന്ന് കേപ്പ് വെർദെ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ നമ്മൾ പ്രതീക്ഷിച്ച ഒരു തരത്തിലുള്ള പെർഫോമൻസും കാണിക്കാത്ത ഒരു ടീമാണ്. കേപ്പ് വെർദെ ആണെങ്കിൽ ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന ഒരു ടീമായി മാറി കഴിഞ്ഞു. അത് മാത്രമല്ല സ്പെയിനിന് ഗോൾലെസ് ആയിട്ടുള്ള ഒരു ഡ്രോയിൽ പിടിക്കുന്നു, ഉറുഗ്വേയും ഡ്രോ പിടിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ടീമാണ് കളിക്കുന്നത് നമുക്ക് തോന്നും. ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും സൗദി കേപ്പ് വെർദെ? എനിക്ക് എൻ്റെ സംശയം സൗദി ജയിക്കുന്നത്. ആദ്യമായിട്ട് കേപ്പ് വെർഡേന്റെ മേലെ ഒരു പ്രഷർ ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഒരു ഡ്രോ കിട്ടിയാൽ പോലും ചിലപ്പോൾ അവർ അടുത്ത റൗണ്ട് എത്തും. ജയിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത റൗണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. ആരും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നൊരു ടീം പെട്ടെന്ന് അവസാന മാച്ച് എത്തുമ്പോ അയ്യോ നമുക്ക് അടുത്ത റൗണ്ട് എത്താൻ പറ്റുമല്ലേ എന്നുള്ളൊരു ചിന്ത വരും. മറ്റേത് ആദ്യത്തെ 2 മാച്ച് ഒരു ഫ്രീ ആയിട്ട് അണ്ടർഡോഗ് ആയിട്ട് കളിക്കാൻ പറ്റി സ്പെയിനിന്റെ എതിരെ. ഇതിപ്പോ പെട്ടെന്ന് അവരുടെ ഫാൻസ് തന്നെ പ്രതീക്ഷിക്കണോ സൗദി ഇത്രയും മോശമായി കളിച്ച ടീമാണ്, നിങ്ങൾ ജയിക്കേണ്ടതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ട്. മറ്റേ ഭാഗത്ത് സൗദിക്കും പ്രഷർ ഉണ്ട്. അവരിപ്പോ ആൾക്കാർ അവരെ കളിയാക്കുക, ഇവർക്കൊക്കെ എങ്ങനെ 2034 ഹോസ്റ്റിംഗ് കൊടുത്തു, ഖത്തറിനെ വിമർശിച്ച പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ടീമിനെ എങ്ങനെ നിങ്ങൾ ഫീഫയുടെ അഴിമതി കാരനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്കും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട്, ഞങ്ങൾ അത്ര മോശം ടീമല്ലാന്ന്. അപ്പൊ ഇന്നൊരു സംശയം സൗദി ജയിക്കുന്നു. പക്ഷെ സൗദി 2022 ഏറ്റവും വലിയ അപ്സെറ്റ് ഉണ്ടാക്കിയ ടീമാണല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു പെർഫോമൻസിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല. അത് പക്ഷെ കഴിഞ്ഞ തവണയും അത് കഴിഞ്ഞിട്ടുള്ള 2 മാച്ച് വളരെ നിരാശപ്പെടുത്തി. അർജന്റീന തോൽപ്പിച്ചതിന് ശേഷം ശരിക്കും അവർക്ക് മുന്നേറാൻ ഭയങ്കര ഒരു ചാൻസ് ആയിരുന്നു. പക്ഷെ പോളണ്ടിനോട് തോറ്റു, മെക്സിക്കോനോടും തോറ്റു. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, ഈ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഈ ഫോറിൻ കോച്ചസ് ആയിട്ടുള്ള ഒരു ഒബ്സെഷൻ. ആഫ്രിക്ക ഇപ്പൊ അത് പിന്നിലേക്ക് ആക്കി. സെനഗൽ മാത്രല്ല, ഇപ്പൊ മൊറോക്കോന്റെ ഉവാബി അവിടുത്തെ അണ്ടർ-20 കോച്ചായിരുന്നു ജൂനിയർ ലോകകപ്പ് ജയിച്ചപ്പോ. അപ്പൊ ആഫ്രിക്കൻ ടീംസ് ആ മാറ്റം വരുത്തി തുടങ്ങി. ഏഷ്യയിലും ഇപ്പൊ മൊറിയാസു ജപ്പാന്റെ കോച്ച് അവിടെ 8 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. കൊറിയക്ക് കൊറിയൻ കോച്ചാണ്. അപ്പൊ ഇവിടെ മാത്രം സൗദിയിലും ഖത്തറിലും മാത്രം ഏതെങ്കിലും സ്പെയിനിൽ നിന്നോ ഇറ്റലിയിൽ നിന്നോ ഒരാളെ വരുത്തി കുറെ പൈസ കൊടുത്തിട്ട് അവരവസാനം ഒന്നും ചെയ്യില്ല, അവര് പോവും, വേറെ ഒരാൾ വരും. അതിന് പകരം ശരിക്കും ലോക്കൽ കോച്ചസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കളി സ്പെയിനും ഉറുഗ്വേ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്ത് ഒരു സാധാരണ
ഒരു ഫുട്ബോൾ പ്രേമി പറയുക സ്പെയിൻ ജയിക്കുന്ന. കാരണം ഉറുഗ്വേക്ക് ഒരു സാധ്യതയില്ലാത്ത രീതിയിലാണ് ഉറുഗ്വേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപ് അങ്ങനെയാണോ കാരണം? ഇതിപ്പോ മറ്റേ എക്വഡോർ ജർമ്മനി പറഞ്ഞ പോലെ സ്പെയിൻ അടുത്ത റൗണ്ടിൽ എത്തുന്ന ഏകദേശം ഉറപ്പാണ്. 2 പോയിന്റ് മാത്രമേ ഉള്ളൂ ഉറുഗ്വേക്ക്. അപ്പൊ അവർക്ക് ഡ്രോ കൊണ്ട് മിക്കവാറും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ജയിക്കണം എന്നുള്ള രീതിയിൽ തന്നെ കളിക്കണം. പിന്നെ പക്ഷെ ബിയൽസിന്റെ ടീംസ് സാധാരണ ഏറ്റവും ഇഫക്റ്റീവ് ആവുന്നത് കൗണ്ടർ ചെയ്യുമ്പോഴാണ്. അധികം മുന്നോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യമാലും നിക്കോ വില്യംസും പെഡ്രിയും ഒക്കെയാണുള്ളത്, ഫെറാൻ ടോറസ് അങ്ങനത്തെ വളരെ സ്പീഡുള്ള കളിക്കാര്. അപ്പൊ അവര് നിങ്ങക്ക് പണി തരും വളരെ ഓപ്പൺ ആയി കളിക്കാൻ നോക്കി. അപ്പൊ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഇല്ല ഉറുഗ്വയെ പറ്റി. ഒരു ഡ്രോ മതി എന്നുള്ളൊരു കളിയായിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല 1 പോയിന്റ് മതിയാവുന്നു. ഈജിപ്ത് ഇറാൻ കളിനെ പറ്റി പറയുമ്പോഴേ ഇപ്പൊ തന്നെ ഒരു പൊളിറ്റിക്കലായിട്ടാണ് അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പ്രൈഡ്, അതെ, അതാണ് എന്താണ് അതിന്റെ ഒരു പ്രൈഡ് മാച്ച് എന്നൊക്കെയുള്ള രീതിയിലേക്ക് അത് വിശദീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് അവിടുത്തെ സിയാറ്റിൽ ലൂമൻ ഫീൽഡിലാണ്. ഇപ്പൊ അത് സിയാറ്റിൽ സ്റ്റേഡിയം എന്നൊക്കെ റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ് വേൾഡ് കപ്പിന് വേണ്ടി. പക്ഷെ സിയാറ്റിൽ പൊതുവെ വളരെ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് വിങ് സിറ്റിയാണ്, ആന്റി ട്രംപ് ഒരു നഗരമാണ്. ആ സ്റ്റേറ്റ് പൊതുവെ ഒരു ഡെമോക്രാറ്റ് സ്റ്റേറ്റ് ആണ്. അവിടെ വളരെ ഏറ്റവും LGBTQ ഫ്രീഡംസ് ഉള്ള ഒരു സ്റ്റേറ്റും കൂടി. അപ്പൊ അവരുടെ ലോക്കൽ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ഐഡിയ ആണ് ഇതൊരു പ്രൈഡ് മാച്ച് ആയിട്ട് ലേബൽ ചെയ്യണം, അവര് ഇൻക്ലൂസീവ് വേൾഡ് കപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ 2 ഫെഡറേഷനും അതിനെപ്പറ്റി പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇറാനും ഈജിപ്തും രണ്ടുപേരും. ഇതിൽ പ്രശ്നം എന്താണെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായിട്ട് പൂർണ്ണ സപ്പോർട്ടാണ് LGBTQ മൂവ്മെന്റ്സിന്. പക്ഷെ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ലോകകപ്പിൽ അനുവദിച്ചാൽ ബാക്കിയുള്ളത് എങ്ങനെ തടയും? അതാണ് ഒരു പ്രശ്നം. പലരും പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഇതല്ല, ഇതൊരു സെക്ഷുവാലിറ്റി/ജെൻഡർ ഇഷ്യൂ ആണ്. അല്ല, എന്താ വെച്ചാൽ ഇത് ഈ 2 രാജ്യങ്ങൾ എടുക്കുക, ഇപ്പൊ ഇറാനും ഈജിപ്തും. ഈ 2 രാജ്യങ്ങളിലും വേറെ 63 എല്ലാം കൂടി ലോകത്തെ 65 രാജ്യങ്ങളിൽ സെയിം സെക്സ് റിലേഷൻഷിപ്സ് നിരോധിച്ചിട്ടുള്ളതാണ് അവരുടെ നിയമങ്ങൾ അനുസരിച്ചിട്ട്. മാത്രമല്ല ഈ ട്രംപ് പോലും LGBTQ+. അതെ, അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇത്. പക്ഷെ നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ വേറെ ആൾക്കാരുടെ മേലെ അടിച്ചമർത്താൻ പറ്റില്ല. അതിപ്പോ ഇറാനിലത്തെ ആൾക്കാരും ഈജിപ്തിലത്തെ ആൾക്കാരും തീരുമാനിക്കേണ്ടതാണ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷെ ഞാനല്ല അവിടെ ജീവിക്കേണ്ടത്, ഞാനല്ല അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ നാളത്തെ കളിയിൽ അല്ലെങ്കിൽ മറ്റന്നാൾ ബ്രസീൽ ജപ്പാനെതിരെ കളിക്കുമ്പോൾ ബ്രസീലിൽ ഇപ്പൊ ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് ആണ്. അവരിപ്പോ വെനിസ്വേലയിൽ അമേരിക്ക ചെയ്ത അക്രമത്തിനെതിരെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആംബാൻഡ് വന്ന അപ്പ കളിക്കാരെ ബാൻ ചെയ്യും. അത് അനുവദിക്കില്ല. ലക്ഷക്കണക്കല്ല, ആയിരക്കണക്കിന് കുട്ടികളെ ഗാസയിൽ കൊന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പൊ ഒരു ഗ്വാർഡിയോള പറഞ്ഞ പോലെ ഒരു മാനേജർ ഇവിടെ ഫിഫ വേൾഡ് കപ്പിൽ സംസാരിച്ച അവർക്കും ബാൻ കിട്ടും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ LGBTQ ഇഷ്യൂ മാത്രം അനുവദിക്കുന്നു, വേറെ ഒന്നും അനുവദിക്കുന്നു? അത് ശരിയല്ല. മറ്റൊരു കളി ന്യൂസിലാൻഡും ബെൽജിയവും ആണ് നാളെ രാവിലെ നടക്കാൻ പോകുന്ന കളികളിലൊന്ന്. അതാണെങ്കിൽ 2 ആൾക്കും മസ്റ്റ് വിൻ സിറ്റുവേഷൻ ആണ്. എന്താ തോന്നുന്നത് ദിലീപിന്? അത് ബെൽജിയം ജയിക്കും. പക്ഷെ അവര് അധികം മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത് വളരെ ഏറ്റവും നിരാശപ്പെടുത്തിയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് ബെൽജിയം. അവര് ആ ഒരു തലമുറയുടെ ശരിക്കും ഈ ഫെയ്ഡിങ് ആണ് നമ്മൾ കാണുന്നത്. കെവിൻ ഡെ ബ്രോയിൻ, ആ ഒരു ഗോൾഡൻ ജനറേഷൻ്റെ അത് കുറെ പേര് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. മുമ്പത്തെ ഡിഫൻഡേഴ്സും സ്റ്റീവൻ ഡെഫോർ അങ്ങനത്തെ കുറെ കളിക്കാരൊക്കെ കുറെ മുമ്പ് വിരമിച്ചതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു കൂട്ടം ലുക്കാക്കു വളരെ ഓഫ് ദ പേസ് ആയിട്ടാണ് തോന്നിയത് കഴിഞ്ഞ കളിയിൽ. അപ്പൊ അവര് ന്യൂസിലൻഡിനെ തോൽപ്പിക്കാനുള്ള മികവ് അവർക്കുണ്ട്. പക്ഷെ അധികം മുന്നോട്ട് പോകുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. അവസാനമായിട്ട് ഇതുവരെയുള്ള കളീൻ്റെ ഒരു പൊതു സംഗതി വിളിച്ച് നോക്കുമ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ വരുന്നത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നത് ഇപ്പം അമേരിക്കയുടെ കാര്യത്തിൽ അമേരിക്ക കുറേ പേര് റിസർവിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു അത്തരം ഒരു ഗെയിം പ്ലാനോട് കൂടി കളിക്കുന്നത്. അതായത് ഒരു തരം ബൈനറി ബ്രൂട്ടാലിറ്റി എന്നൊക്കെയാണ് അതിന് ആൾക്കാർ വിമർശിക്കുന്നത്. കാരണം ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക എന്നൊക്കെയുള്ള സംഗതികളെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിട്ട് വേറൊരു തരത്തിലൊരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നു. അത് ഈ ലോകകപ്പിൽ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്.
എനിക്കത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതിപ്പോ എല്ലാ ടീംസും ഇപ്പൊ അവരുടെ ബെഞ്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഐവറി കോസ്റ്റിന്റെ MSC ഇപ്പൊ 20 കളിക്കാരായിട്ട് ആ സ്ക്വാഡിൽ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു ഐവറി കോസ്റ്റ് ഈ 3 മാച്ചിലുമായിട്ട്. അപ്പൊ എല്ലാ മികച്ച കളിക്കാരുള്ള ടീംസ് മുഴുവൻ ചെയ്യണ ഒരു കാര്യം. ജർമ്മനി കുറെ പേരെ ഉപയോഗിച്ച് കഴിഞ്ഞു, ഫ്രാൻസ് ചെയ്തിട്ടുണ്ട്, സ്പെയിൻ ഇന്ന് എന്തായാലും ചെയ്യും തോന്നുന്നു. അപ്പൊ ഒന്നാമത് ഇപ്പൊ ഈ 32-ന്റെയും 16-ന്റെയും ഒക്കെ കളികൾ തമ്മിൽ വലിയ ഗ്യാപ്പും ഇല്ല. അപ്പൊ അർജന്റീനയുടെ മെസ്സി ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല 90 മിനിറ്റ് ജോർഡനെതിരെ 90 മിനിറ്റ് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അത് അനാവശ്യമായിട്ടുള്ളൊരു റിസ്ക് ആണ്. അപ്പൊ അങ്ങനെ എല്ലാ ടീംസും അത് തന്നെയാണ് ചെയ്യണം. ഇപ്പൊ ഈ പണ്ട് 2018 വരെ 22 ആളെ ഒരു സ്ക്വാഡിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 26 ആയത് കാരണം കുറേം കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കോച്ചസ്. അപ്പൊ അമേരിക്കക്ക് തീർച്ചയായിട്ടും അതാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാവുന്ന ഒരു സാധനം ഈ ഗോൾഡൻ ബൂട്ട് റേസ് ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. ദിലീപ് ആരെയാണ് അതിലകത്ത്, ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് അർഹനായി വരിക? എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എംബാപ്പെ എന്നാണ്. എന്താ വെച്ചാൽ ഫ്രാൻസ് ആയിരിക്കും ഏറ്റവും ഡീപ്പായി പോവാന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ വേറെ ഇപ്പൊ മെസ്സി 5 അടിച്ചു കഴിഞ്ഞു, ഹോളണ്ട് 4 ആയി, പെപ്പെ ഇപ്പൊ 3 ആയി കഴിഞ്ഞു തോന്നുന്നു. പിന്നെ വേറെയും ആരോ 3-ല് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ മികച്ച സ്ട്രൈക്കേഴ്സ്. ഹാരി കെയ്ൻ ഇപ്പൊ 2-ലാണ്. പക്ഷെ ഇപ്പൊ അടുത്ത കളി കഴിയുമ്പോ ചിലപ്പോ അതും 4 ആയിന്ന് വരും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല, അത്രയും നല്ല സ്ട്രൈക്കേഴ്സുള്ള ഒരു ലോകകപ്പാണ്. എന്നാലും ദിലീപ് പ്രതീക്ഷിക്കുന്നത് വിനീഷ്യസ് ജൂനിയർ എല്ലാ കളിയിലും ഗോൾ അടിച്ചിട്ടുണ്ട്. എന്റെ പ്രതീക്ഷ എംബാപ്പെ എന്നാണ്.